ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു ബോണ്ട എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ ഇരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാനിവിടെ 4 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഇതുപോലെ 2 കഷ്ണങ്ങളായിട്ട് നമുക്ക് മുറിക്കാം. ഇനി നമുക്ക് ഈ പൊട്ടാറ്റോ ഉപ്പിട്ടിട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു 2 വിസിലടിക്കുന്ന വരെയാണ് നമുക്ക് വേവിക്കേണ്ടത്. പൊട്ടാറ്റോ കുക്കറിൽ വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ബോണ്ടയ്ക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് നമ്മൾ വട്ടത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം 1 സ്പൂൺ കടുക് നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലോട്ട് കുറച്ച് ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കാം. ആ ഉഴുന്ന് ഇതുപോലെ ബ്രൗൺ കളറായിട്ട് വരണം. അതിനുശേഷം നമുക്ക് ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഉള്ളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ല വാടി വരുന്നവരെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് വാടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം.
നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഉള്ളി നന്നായി വാടിയതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അധികമൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂൺ മതി. അപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ തൊലി കളയാം. വേവിച്ചതായിക്കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടി പറ്റും. ഇനി ഇതൊരു ബൗളിലിട്ട് നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലോട്ട് നമ്മൾ ഉണ്ടാക്കിയ പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഗ്യാസ് വെക്കേണ്ടത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ ഇവിടെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ പരുവത്തിലാണ് നമുക്ക് മസാല കിട്ടേണ്ടത്. ഇനി നമുക്ക് ഈ ബോണ്ടൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളൊരു ബൗളിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 2 കപ്പ് മൈദയും കൂടെ ഞാൻ ഇതിലൊക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അധികം കട്ടിയല്ല, അധികം ലൂസല്ലാത്തൊരു ടൈപ്പാണിത്. കാരണം മുറിഞ്ഞു പോകുന്നൊരു ടൈപ്പായിട്ടാണ് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു മസാല ചെറിയ ചെറിയ ബോൾസാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോൾസ് നേരത്തെ ഉണ്ടാക്കിയ ബാറ്ററിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് ആ ബാറ്ററിലോട്ട് ഇട്ട് കവർ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബോൾസ് നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കുറച്ച് ബ്രൗൺ കളർ ആയതിനു ശേഷം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബോണ്ട് ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ബോണ്ട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ബോണ്ടയും കട്ടൻ ചായയും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തുക. അപ്പോൾ അസ്സലാമു അലൈക്കും.